PSC പരീക്ഷകളിൽ ജീവശാസ്ത്രം ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് കുറച്ച് പോയിന്റുകൾ നോക്കിയാലോ. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രിനോളജി എന്നാണ്. ഫ്രിനോളജി എന്നാണ് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഭാരം ഏകദേശം 1400 ഗ്രാമാണ്. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ആവരണമാണ് കപാലം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ആവരണമാണ് കപാലം. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രിനോളജി എന്നാണ്. മസ്തിഷ്കത്തിൻ്റെ ഭാരം ഏകദേശം 1400 ഗ്രാമാണ്. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ആവരണമാണ് കപാലം. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ അറിയപ്പെടുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ്. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം അറിയപ്പെടുന്നത് സ്കാൽപ്പ് എന്നാണ്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. 8 അസ്ഥികളാണ് കപാലത്തിലുള്ളത്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. കപാലത്തിൻ്റെ അസ്ഥികളുടെ എണ്ണം 8. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിൻ്റെ ഇടതു വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്ക കലകൾക്ക് വേണ്ട ഓക്സിജൻ പ്രദാനം ചെയ്യുക, കപാലത്തിനകത്തെ മർദ്ദം നിയന്ത്രിക്കുക, മസ്തിഷ്കത്തെ ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നിവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമെന്ന് പറയുന്നത് മസ്തിഷ്കം.